നമസ്കാരം. ഇന്ത്യക്കാർക്ക് ഭാരതത്തിൽ പാർക്കാമോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇതിൽ ഞാൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ദൈനംദിനം നടത്തുന്ന, എല്ലാ ദിവസവും നടത്തുന്ന ചർച്ച, അത് തത്സമയം ഒരു ഓഡിയൻസിന് മുമ്പിൽ നടത്തുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ ദിവസവും ഇവരൊക്കെ തന്നെയാണ്, നിങ്ങൾക്കറിയാം, ടെലിവിഷനിൽ ചർച്ചയിൽ പങ്കെടുക്കാറുള്ളത്. വിഷയത്തിലേക്ക് കടന്നാൽ, ഇന്ത്യ എന്നുള്ളത്, എൻ്റെ കാഴ്ചപ്പാട് ഞാൻ ആദ്യമേ പറയാം. ഇന്ത്യ എന്നുള്ളത് കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു പ്രദേശം അല്ലെങ്കിൽ അതിര് എന്നുള്ള നിലയിലല്ല ഞാൻ കാണുന്നത്. മറിച്ച് ഇന്ത്യ എന്നുള്ളത് ഒരു ആശയം കൂടിയാണ്. ഇന്ത്യ എന്നുള്ളത് ഒരു ഐഡിയയാണ്. അത് ബഹുത്വത്തിൻ്റെ, ബഹുസ്വരതയുടെ ആശയമാണ്. നമ്മുടെ ഭരണഘടന തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് തുടങ്ങുന്നത്. ആ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യ എന്താണ് എന്ന ഒരു വാഗ്ദാനം കൂടി നൽകുന്നുണ്ട്. അത് എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി പ്രദാനം ചെയ്യുന്ന ഒരിടമാണ്. അത് എല്ലാ പൗരന്മാരെയും തുല്യരായി കാണുന്ന, ഇക്വാലിറ്റി എന്ന വാഗ്ദാനം നൽകുന്ന ഒരിടമാണ്. അത് എല്ലാ പൗരന്മാർക്കും, എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം, ആവിഷ്കാരത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരിടമാണ്. സാഹോദര്യം അതുപോലെ തന്നെ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട, ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളുടെ ആകത്തുകയായിട്ടാണ് ഞാൻ ഇന്ത്യയെ കാണുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ ആർട്ടിക്കിൾ തന്നെ ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഭാരതവും ഇന്ത്യയും, ഇന്ത്യക്ക് മാറി മാറി നമ്മൾ ഉപയോഗിക്കാറുള്ള പദമാണ്. ഭാരതം എൻ്റെ നാടാണ് എന്ന് മലയാളത്തിലും, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് ഇംഗ്ലീഷിലും പ്രതിജ്ഞ ചൊല്ലിയായിരിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊക്കെ ആ പ്രതിജ്ഞ ഏറ്റു ചൊല്ലിയിട്ടുള്ളത്. ആ ഇന്ത്യ, ആ ഭാരതം, നമ്മൾ ഈ രണ്ട് വിവക്ഷകളെ കാണുന്നത്. ഇന്ത്യ എന്നുള്ളത് ബഹുസ്വരമായ ഒരു ജനാധിപത്യ ഇടം എന്നുള്ളതും, ഭാരതം എന്നുള്ളത് നമ്മൾ ഇന്ത്യക്ക് മറുപേരായി ഉപയോഗിക്കാറുണ്ടെങ്കിലും ഭാരതം എന്നുള്ളതിനെ ഇപ്പോൾ വിവക്ഷിക്കുന്നത് ഏകശിലാത്മകമായ ഒരു ദേശീയത എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇവിടുത്തെ മൗലികമായ ചോദ്യം ഇന്ത്യക്കാർക്ക് ഈ പുതിയ ഭാരതത്തിൽ പാർക്കാമോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ അതിഥികളിലേക്ക് കടക്കുകയാണ്. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, ഞങ്ങൾ ഇന്ത്യക്കാർക്ക് എത്ര കാലം ഭാരതത്തിൽ പാർക്കാം? നമസ്കാരം. അഭിലാഷിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അഭിലാഷ് അടക്കം 4 ആളുകൾ ഒരു പക്ഷത്തും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി, ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തുമാണ്. പക്ഷേ ഞാൻ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യക്കാർക്ക് ഭാരതത്തിൽ പാർക്കാമോ എന്ന ഈ തലക്കെട്ടിനോട് തന്നെ എനിക്ക് വിയോജിപ്പാണുള്ളത്. ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാൻ ഭാരതത്തിലാണ് താമസിക്കുന്നത്. അഭിലാഷ് ഒരു ഇന്ത്യക്കാരനാണ്. അഭിലാഷ് താമസിക്കുന്നത് ഭാരതത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും എല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മളെല്ലാവരും താമസിക്കുന്നത് ഭാരതത്തിലാണ്. അപ്പോൾ ഈ ഇന്ത്യ ഭാരതം എന്ന രീതിയിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പുറകിലുള്ള ദുരുദ്ദേശം, അത് മനസ്സിലാകാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. അത്തരമൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാഹചര്യവുമില്ല. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് എന്ന് നമ്മുടെ ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അത് തന്നെയാണ് ഭാരതം, ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് അത്തരത്തിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കാനുള്ള ഏതൊരു പരിശ്രമവും അത് നമ്മുടെ രാഷ്ട്രത്തെ ദുർബലമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, ഇതിൻ്റെ ഐക്യത്തെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ചു തരാൻ സാധ്യമല്ല. ഇനി നമുക്ക് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ഒന്ന് അറിയേണ്ടതുണ്ട്. രാഹുൽ, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നുള്ളത് ഭരണഘടനയുടെ ആദ്യത്തെ അനുച്ഛേദമാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ പീനൽ കോഡില്ല, ഭാരത് ന്യായ് സംഹിതയാണ് ഉള്ളത്. എന്ന് മാത്രമല്ല, സാധാരണ ഇന്ത്യൻ പ്രസിഡന്റിനെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ
അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷണക്കത്തുകളാണ് നമ്മൾ കണ്ടത്. പക്ഷേ G20 ഉച്ചകോടിയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരതും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിലേക്ക് എത്ര ദൂരമുണ്ട്? എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യയും ഭാരതവും ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ കഴിയും. ഏതൊരു കാര്യവും ആര് പറയുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. വരൂ സംഘടിക്കുവിൻ എന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു അപായ സൂചന നമുക്ക് കാണേണ്ടതില്ല. കം ലെറ്റ്സ് യുണൈറ്റ് എന്ന് പറഞ്ഞത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വരൂ സംഘടിക്കുമെന്ന് ഗാന്ധി പറയുന്നതും വരൂ സംഘടിക്കുമെന്ന് അഡോൾഫ് ഹിറ്റ്ലർ പറയുന്നതും തമ്മിൽ വാക്കുകളിൽ വ്യത്യാസമില്ല എങ്കിലും എത്ര പെട്ടെന്നാണ് ആശയങ്ങൾ മാറി മറിഞ്ഞത്. കുറച്ചുകൂടി വർത്തമാനകാലത്തിന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗാന്ധി മരിച്ചു വീഴുമ്പോൾ പറഞ്ഞത് ഹേ റാം എന്നാണ്. മോദി കൊല്ലാൻ ആളെ വിടുമ്പോഴും പറയുന്നത് ജയ് ശ്രീറാം എന്ന് തന്നെയാണ്. പറയുന്നത് ഒരു രാമൻ തന്നെയാണ് എങ്കിലും അതിൻ്റെ അർത്ഥങ്ങൾ എത്രമാത്രം മാറുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഈ ഡിബേറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞ ഡിബേറ്റ്, ഇത് ആരംഭിക്കുന്നത് സത്യപാൽ സിംഗ് എന്ന് പറയുന്ന മധ്യപ്രദേശിൽ നിന്നുള്ള BJPയുടെ ലോക്സഭാ അംഗം ഇന്ത്യയുടെ പേര് ഭാരതം എന്ന് മാറ്റണം എന്ന് പറയുന്നതോടു കൂടിയിട്ടാണ്. ആ വിദ്വാന്റെ ഏറ്റവും ഒടുവിലെ പാർലമെന്റിലെ പ്രസംഗം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് സെക്കുലറിസം എന്ന് പറയുന്ന അംശം എടുത്തു കളയണമെന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്നതിനകത്തേക്ക് ഉദ്ദേശശുക്തി നല്ല കൃത്യമായി ബോധ്യമുണ്ട്. ഇവർ ഇന്ത്യയെ ഭാരതമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇപ്പം നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി അവിടേക്കൊരു അധികാരത്തിൻ്റെ അടയാളമായ ചെങ്കോൽ പിടിച്ചുകൊണ്ട് വന്നു. ഏതോ കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായ ജനാധിപത്യ മൂല്യം ഏതോ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് വെച്ച പഴകിത്തേഞ്ഞ ആ ചെങ്കോൽ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് ഏതൊക്കെയോ കാലത്ത് നമ്മൾ ഉപേക്ഷിച്ച പഴകിത്തേഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ നമ്മൾ തകർത്തെറിഞ്ഞ ആ മ്യൂസിയത്തിലാക്കിയ ഒരുപാട് ശീലങ്ങൾ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. ഇപ്പോൾ ഇന്ത്യയും ഭാരതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ത്യയിൽ നിന്ന് ഇവരുടെ ഭാരതത്തിലേക്ക് മാറിയാലുള്ള വ്യത്യാസം, മാധ്യമപ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ ഗൗരി ലങ്കേഷ് ആകും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അർണബ് ഗോസ്വാമി ആവുക എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നരേന്ദ്ര ദബോൽക്കർ ആണ്. ഇന്ത്യയിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗോവിന്ദ് പൻസാരയാണ്. ഇന്ത്യയിലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മുഖമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രോഹിത് വെമുലയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയാണ് എന്ന് പറയുന്ന വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങൾ ഇവിടെ വാക്കുകൾക്കപ്പുറം എത്ര നിസ്സാരമായി നിഷ്കളങ്കമായി സന്ദീപ് വാര്യർ പറഞ്ഞാലും സന്ദീപ് വാര്യർ ഭാരത് എന്ന് പറയുന്ന അർത്ഥമല്ല. അദ്ദേഹം തന്നെ എതിർവൽക്കരിച്ച അപരവൽക്കരിച്ച നമ്മൾ 4 പേർ മാത്രമല്ല, നമ്മുടെ സദസ്സിലിരിക്കുന്ന ഈ 4 പേരെ പ്രദാനം ചെയ്ത മുഴുവൻ ആളുകളും ഭാരതമെന്ന് പറയുമ്പോൾ ആ അർത്ഥമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തെ നമ്മൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ശരി, ശ്രീ VK സനോജ്, ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണ്ടേ അന്തരംഗം? അതിനെന്തെങ്കിലും മാറ്റം വന്നോ? എല്ലാവർക്കും നമസ്കാരം. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗമെന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇവിടെ മലയാള ഭാഷയിൽ ഉയർന്നു വന്ന ദേശഭക്തി ഗാനമാണ്. ഈ ദേശഭക്തി ഗാനം മലയാള ഭാഷയിൽ വള്ളത്തോൾ എഴുതുമ്പോൾ തമിഴിലും കന്നഡയിലും ഉറുദുവിലും ഹിന്ദിയിലുമെല്ലാം വിവിധ ഭാഷകളിൽ വിവിധ ആളുകൾ ഇതുപോലെയുള്ള ദേശഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യർ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയം ഇവിടെ പറയുന്നത് ഈ ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയത്, ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചത്, ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്തിയത് അതൊരു ഹിന്ദുത്വ ദേശീയതയാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരാശയമാണ് എന്നാണ്. പക്ഷേ സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ ഈ ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരാശയത്തെ മുൻനിർത്തിയിട്ടാണ് ഇന്ത്യ എന്ന ആശയം ഇവിടെ രൂപം കൊണ്ടത്. അപ്പം അതിൽ നിന്നും വിരുദ്ധമായി ഒരു മതദേശീയത ഇവിടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയും ഇവർ മുന്നോട്ട് വെക്കുന്ന ഭാരതവും ഒരിക്കലും ഒന്നല്ല, രണ്ടും രണ്ടാണ് എന്ന് തീർച്ചയായിട്ടും പറയേണ്ട ഒരു സന്ദർഭമാണ്. ഇവിടെ വളരെ കൃത്യമായിട്ടും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. ഇവർ മുന്നോട്ട് വെക്കുന്ന ഭാരതത്തിൽ, ഇവർ മുന്നോട്ട് വെക്കുന്ന
ഈ സങ്കല്പത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്താനാവശ്യമായിട്ടുള്ള ഒരാശയമുണ്ടോ? വസ്തുതകൾ ചരിത്രപരമായ പിൻബലത്തെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ചാൽ അല്ല എന്ന് നമുക്ക് തീർച്ചയായും പറയേണ്ടി വരും. അപ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരാശയത്തെ മുൻനിർത്തി രൂപപ്പെട്ട ഇന്ത്യ അല്ല ഇവർ മുന്നോട്ട് വെക്കുന്ന ഭാരതം. അതിനകത്ത് ദളിതരുടെ സ്ഥാനം എവിടെയാണ്? അതിനകത്ത് സ്ത്രീകളുടെ സ്ഥാനം എവിടെയാണ്? ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ ചേർത്ത് നിർത്താതെ അപരവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ബാബറി മസ്ജിദ് തകർത്തിട്ട് ആ സ്ഥലത്ത് നിർമ്മിച്ച അയോധ്യ, അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രമേയം പാസ്സാക്കാൻ ആവശ്യമായ നീക്കം നടക്കുകയും അതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിരോധം ഉയരുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഭാരതത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന ഭാരതം എന്ന സങ്കല്പത്തിൽ ഇവർ മുന്നോട്ട് വെക്കുന്നത്. അപരമത വിദ്വേഷം, പള്ളി പൊളിക്കുക, അതുമായി ബന്ധപ്പെട്ട കലാപങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം തന്നെ ഉത്തരാഖണ്ഡിലെ കലാപത്തിൻ്റെ വാർത്തകൾ നമ്മളിങ്ങനെ ഓരോ സമയവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഭാരതത്തിൽ കലാപകലുഷിതമായ അപരനോടുള്ള കരുതലില്ലാത്ത അങ്ങേയറ്റം വിദ്വേഷം കലർന്ന ഒരു തലത്തിലാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഇന്ത്യയല്ല സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഭാരതമെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും മടികൂടാതെ പറയേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത്. ശരി, ശ്രീ കെ എം ഷാജിയെ സംബന്ധിച്ച് അക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? ഇന്ത്യയും ഭാരതവും പേരിൽ ഒന്നാണ് എങ്കിലും അതിൻ്റെ സങ്കല്പനത്തിൽ രണ്ടും രണ്ടാണോ? ഇന്ത്യക്കാരെല്ലാം ഭാരതീയരാണ്, പക്ഷേ എല്ലാ ഇന്ത്യക്കാർക്കും ഭാരതത്തിൽ ഇടമുണ്ടോ? ഈ അഭിലാഷ് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഐഡിയോളജിയാണ് പ്രധാനം. പേരിലൊന്നും കാര്യമില്ല. മുംബൈ എന്ന് പേരാക്കി ബോംബെ എന്നുള്ളത് മാറ്റി വന്നുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഒരു തരം നരമ്പ് രോഗമാണ്. പ്രത്യേകിച്ച് അങ്ങനെ മാറ്റിയാൽ എന്തെങ്കിലും ആശ്വാസമുണ്ട് അല്ലെങ്കിൽ സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു തരം വർഗീയമായിട്ടുള്ള നരമ്പ് രോഗം മാത്രമാണ്. അതിലൊന്നും കാര്യമില്ല. കാര്യം ഈ രാജ്യത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ കൺട്രിയുടെ ഇഷ്യൂ ആണ്. അവിടെ നിന്ന് ആരെയും പുറത്താക്കാൻ പോണില്ല. അത് കഴിയൽ അസാധ്യമാണ്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ 4 പേര് ഇരിക്കുന്ന സന്ദീപ് വാര്യർ പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് പറയേണ്ടത്, ഞാനിപ്പോൾ ഒരു ഷാജി എന്ന പേരാണെങ്കിലും സംഗതി മുസ്ലിമാണല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഭയങ്കര സിമ്പതിയോടുകൂടി ഇന്നങ്ങനെ നോക്കുക. പുറത്ത് പോകാനുള്ള ഒരാളാണ്, തരക്കടില്ലാത്ത ഒരാളാണ്, അങ്ങനെ നോക്കി നിൽക്കുക. ഇന്ത്യയുടെ ഒരു പൊതുചിത്രം സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ പറയണത് അങ്ങനെയല്ല, അതിൻ്റെ ഒരു തമാശയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സന്ദീപ് വാര്യർ പറയുന്ന പോലെ ഇതൊരു തമാശ കളിയൊന്നുമല്ല, നിസ്സാരമല്ല. കാരണം ഇതിനകത്ത് ഞാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പോലും ഒരു റോളില്ല. നേരത്തെ പറഞ്ഞിരിക്കുന്ന കൊല്ലപ്പെട്ടവരാവട്ടെ, ഇന്ത്യയിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിലുള്ളവരാവട്ടെ, ഇപ്പം സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്ന ഞാൻ ഒഴിച്ചുള്ള 3 പേരാവട്ടെ, എല്ലാവരും ഈ പോരാട്ടത്തിൽ 1000 ആളെടുത്താൽ പോലും അതിലൊരു മുസ്ലിമില്ല. ഭാരതമെന്ന പേര് ചാർത്തി ഇന്ത്യയെ അത്തരമൊരു ഐഡിയോളജിയിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ഈ മനോരമയുടെ ഇൻ്റർവ്യൂവിൽ NRCയിൽ ഇപ്പോൾ പുതിയ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അമിത്ഷാ പറയുന്നൊരു കാര്യമുണ്ട്, NRC എന്ന് പറഞ്ഞ ആളെ പുറത്താക്കാനൊന്നല്ല. അതിപ്പം വന്നതാണ്. ഞാനീ പറഞ്ഞ പ്രതിരോധത്തിൻ്റെ ഫലമാണ്. ആ പ്രതിരോധത്തിൻ്റെ ഫലമായിട്ട് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. മാറുക തന്നെ ചെയ്യും ഇന്ത്യ എന്നുള്ളതാണ്. ഇനി എന്ത് പേര് മാറ്റിയിട്ടും കാര്യമില്ല. ഇത് ഇന്ത്യയാണ്, തൊടാൻ കഴിയാത്ത കാര്യമാണ് എല്ലാവർക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇക്കാര്യത്തിൽ ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പം നമ്മൾ 3 വ്യത്യസ്ത വീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ 3 വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളെ, അതൊരു ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ്, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി മുസ്ലിം ലീഗിൻ്റെ 3 ധാരകളാണ്. പക്ഷേ അവർ സംസാരിക്കുന്നത് ഒരു കോമൺ ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഇവർക്ക് എല്ലാവർക്കും പറയാനുള്ളത്, മാതൃഭൂമിക്ക് അവതാരക നിലയ്ക്ക് അഭിലാഷിന് പറയാനുള്ളതും ഒന്ന് തന്നെയായിരിക്കുമെന്ന് എനിക്ക് ധാരണയുണ്ട്. നോക്കൂ, ഇവിടെ ഇന്ത്യയും ഭാരതവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അവർ നടത്തുകയാണ്. ഈ ഇന്ത്യ എന്നുള്ള പേരും ഭാരതം എന്നുള്ള പേരും സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വളരെ വിശദമായിട്ടുള്ള ഒരു ചർച്ച അതുമായി ബന്ധപ്പെട്ട് നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ ശില്പികൾ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് തന്നെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ എന്ന പേര് വയ്ക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം അതിനൊരു കൊളോണിയൽ മൈൻഡ് സെറ്റ് ഉണ്ട്. ആ പേര് വയ്ക്കാൻ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിയമപരമായ ചില കാര്യങ്ങൾ, കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള നിയമം ഇന്ത്യ ഫ്രീഡം ആക്ട് ആയിരുന്നു. അത് ഇന്ത്യ എന്നുള്ള പേര് തന്നെയായിരുന്നു.
സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ മൗണ്ട് ബാറ്റൺ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു. ആദ്യത്തെ കരസേനാ മേധാവി ബ്രിട്ടീഷുകാരനായിരുന്നു. ആദ്യത്തെ നാവികസേനാ മേധാവി ബ്രിട്ടീഷുകാരനായിരുന്നു. ആദ്യത്തെ IB ചീഫ് ബ്രിട്ടീഷുകാരനായിരുന്നു. ഏകദേശം 54-55 വരെയൊക്കെ ഇത് തുടർന്നു. ബ്രിട്ടീഷ് രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇന്ത്യ ഗേറ്റിൽ നിന്ന് മാറാൻ പിന്നെയും ദീർഘകാലം എടുത്തു. അങ്ങനെ കാലങ്ങളായിട്ട് എടുത്തിട്ടാണ് ഈ കൊളോണിയൽ മൈൻഡ് സെറ്റ് മാറി 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 വന്നത്. നിരവധി പേരുകൾ മാറി, അതിനിടയ്ക്ക് പല പേരുകൾ മാറി, അങ്ങനെ പേര് മാറി മാറി വന്നു. ഇത് സൂചിപ്പിക്കുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യ എന്നുള്ളത് ഒരു ആശയമാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഇന്ത്യ എന്നുള്ളതും ഭാരതം എന്നുള്ളതും രണ്ട് ആശയം തന്നെയാണ്. ആ ആശയത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഭാരതം എന്ന് പറയുന്നത് കുറച്ചുകൂടി ആത്മീയമായിട്ടുള്ള, ചരിത്രപരമായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള ഒരു പേരാണ് ഭാരതം എന്ന് പറയുന്നത്. എത്രയോ കാലമായിട്ടുള്ള, അനാദികാലം മുതൽക്ക് തന്നെയുള്ള ഒരു കൺസെപ്റ്റാണ് ഭാരതം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഋഗ്വേദത്തിലുണ്ട്, വിഷ്ണു പുരാണത്തിലുണ്ട്, മഹാഭാരതമുണ്ട്, ഗീതയിലുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്നാണ് പറയുന്നത്. അപ്പൊ ഭാരതം എന്നുള്ളത് അനാദിയായിട്ടുള്ള ഈ ഭൂമിയെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. ആ പേര് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ വൈരുദ്ധ്യം കണ്ടെത്തുന്നവരുടെ ഉദ്ദേശം വേറെയാണ് എന്നുള്ളത് പല ആൾക്കും മനസ്സിലാവും. അത് കട്ടിംഗ് സൗത്തുകാരുടെ അജണ്ടയാണ്. ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാം. ഇപ്പം നമ്മുടെ പാസ്പോർട്ട് ഭാരത് ഗണരാജ് എന്ന് തന്നെ എഴുതിയിട്ടില്ലേ? അതിൽ ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് എന്ന് വിളിക്കാറില്ലേ? നമ്മുടെ സുപ്രീം കോടതിയെയും ഭാരതീയ എന്ന രീതിയിൽ തന്നെയല്ലേ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാനും ഇവരും തമ്മിലുള്ള വ്യത്യാസം, ഷാജി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാണ്. ഇവിടെ ഇരിക്കുന്നത് ആഗോള കമ്മ്യൂണിസ്റ്റുകാരുടെ ഫ്രാഞ്ചൈസി ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ബ്രാക്കറ്റിൽ ഇന്ത്യ എന്നുള്ള പാർട്ടിയുടെ നേതാവ് സനോജ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടി, അത് ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവാണ്. ഇതാണ് ആത്യന്തികമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ബാഹ്യമായിട്ടുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള പേര്, കൊളോണിയൽ മൈൻഡ് സെറ്റിന്റെ ഭാഗമായിട്ട് പേര് നടക്കുന്നവർക്ക് അതിനോട് വല്ലാത്തൊരു അഭിനിവേശം ഉണ്ടായിരിക്കും. അതവിടെ ഇരുന്നോട്ടെ. ഞങ്ങൾ അങ്ങനെ ആ അഭിനിവേശത്തിൽ നടക്കുന്നതാണ്. ഞങ്ങൾ അപ്പോളജറ്റിക്കേ അല്ല ഇത്തരം കാര്യങ്ങളിൽ. അത് കൃത്യമായി പറയണമല്ലോ. ഇപ്പോൾ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. ഞാനത് എല്ലാവർക്കും ഉള്ള കൗണ്ടർ ഒരേ സമയത്ത് പറയാൻ ചില പ്രയാസങ്ങളുണ്ട്. എന്നാൽ പോലും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ആര് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ എങ്ങനെയാണ് ആരാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? അത് ജനങ്ങളല്ലേ. ആ ജനങ്ങൾ പറയാനുള്ള അവകാശം ഇലക്ഷനിൽ മാൻഡേറ്റ് ആയിട്ട് കൊടുത്ത ആളുകൾ അത് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കും, ഞങ്ങൾ പറയാമെന്ന് എങ്ങനെയാ പറയാം? നിങ്ങൾ 50 പോലും അടിച്ചിട്ടില്ല, 2 തവണയായിട്ട് 50 പോലും അടിച്ചിട്ടില്ല. ഞങ്ങൾ 2 തവണ അധികാരത്തിൽ വന്നു, ജനങ്ങളെ കൺവിൻസ് ചെയ്ത് അധികാരത്തിൽ വന്നു. ആ ജനങ്ങളുടെ ശബ്ദമാണ് സർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകർത്താക്കളുടെ വായനോട് പുറത്തു വരുന്നത്. നിങ്ങളതിൽ അസ്വസ്ഥരായിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ആരെയാ താരതമ്യം ചെയ്തത്? ഹിറ്റ്ലറുമായിട്ട് താരതമ്യം ചെയ്തു. നോക്കൂ, എന്തൊരു വൈരുദ്ധ്യമാണ്. ആരെയാണ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത്? ഹിറ്റ്ലറെയും ആരെയുമാണ് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത്? 1933 ജർമ്മനിയിൽ എങ്ങനെയാണ് ഹിറ്റ്ലർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ജർമ്മനിയിലെ പാർലമെന്റിന് കമ്മ്യൂണിസ്റ്റുകാർ തീ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഹിറ്റ്ലർ അവിടെ ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഹിറ്റ്ലർ അവിടെ മാധ്യമ സ്ഥാപനങ്ങളെ മുഴുവൻ സെൻസർ ചെയ്തു. അതിനുശേഷം ഹിറ്റ്ലർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നടപടികൾ പാർലമെന്റിനകത്ത് വിജയിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ട് പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ജയിലിലടച്ച ശേഷം അദ്ദേഹത്തിന് വേണ്ട പരിഷ്കരണങ്ങൾ വരുത്തി. അതിനുശേഷം ഗീബൽസ് പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം 25 പരിപാടി നടപ്പാക്കി. 25 പരിപാടി ജർമ്മനിയുടെ വികസനത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഗീബൽസ് പറഞ്ഞു, ഹിറ്റ്ലറാണ് ജർമ്മനി, ജർമ്മനിയാണ് ഹിറ്റ്ലർ. ഇനി നിങ്ങൾ ഇന്ത്യയിലേക്ക് പരിശോധിക്കുക, ഇതേ കാര്യം ഇവിടെ ചെയ്തതാരാ? ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മാതൃഭൂമി അടക്കമുള്ള സകല മാധ്യമങ്ങളുടെയും വായ മൂടിക്കെട്ടി. അതിനുശേഷം പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചു. 20 കർമ്മ പരിപാടി പ്രഖ്യാപിച്ചു. അപ്പം മകൻ സഞ്ജയ് ഗാന്ധിക്ക് തോന്നി പോരാ, 5 എണ്ണം കൂടി കൂട്ടി പ്രഖ്യാപിച്ചു. അങ്ങനെ ഹിറ്റ്ലറുമായി സമമായി 25 പരിപാടി പ്രഖ്യാപിച്ചു. അതിനുശേഷം
കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ബറൂച്ച പറഞ്ഞു, ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ. അപ്പൊ ഹിറ്റ്ലറും ആരും തമ്മിലാണ് താരതമ്യമുള്ളത്? ഹിറ്റ്ലറും ഇന്ദിരാഗാന്ധിയും തമ്മിലാണ് താരതമ്യപ്പെടുത്തേണ്ടത്. ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ച് ഭരണഘടനയും ഇല്ലാതാക്കി പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ച് ഈ മാധ്യമങ്ങളെ മുഴുവൻ സെൻസർ ചെയ്ത്, അന്ന് അദ്വാനിജിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുണ്ട്, ഇന്നും പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്, മാധ്യമങ്ങളോട് കുനിഞ്ഞു നിൽക്കാനാണ് ആവശ്യപ്പെട്ടത്, പക്ഷെ മുട്ടിലിഴഞ്ഞു, കേരളത്തിൽ പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം അക്ഷരം വായിക്കാൻ അറിയാത്ത, കൂട്ടി വായിക്കാൻ അറിയാത്ത നിങ്ങളൊക്കെ കളിയാക്കുന്ന ഉത്തരേന്ത്യക്കാരൻ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി കേരളത്തിൽ ജനവിധി ഉണ്ടായത്. ഈ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ളവർ ഉണ്ടാക്കിയെടുത്ത നറേറ്റീവിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഹിറ്റ്ലറെയും ഇന്ദിരാഗാന്ധിയെയുമാണ് താരതമ്യം ചെയ്യേണ്ടത്. ഹിറ്റ്ലറുടെ ആശയങ്ങളും കോൺഗ്രസിന്റെ ആശയങ്ങളുമാണ് താരതമ്യം ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പ്രശ്നമാണ്. ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടെ അസഹിഷ്ണുതയാണ്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ അപ്പോസ്തലനായിട്ട് ഇവിടെ ഇരിക്കുന്ന സനോജും അപ്പുറത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും അതിനപ്പുറത്തിരിക്കുന്ന ഷാജി സാഹിബും ആരെയാ വാഴ്ത്തുന്നത്? ജവഹർലാൽ നെഹ്റുവിനെ. അവിടുന്ന് ഷാജി സാഹിബിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. ഷാജി സാഹിബിന്റെ പാർട്ടിയെ നെഹ്റു വിളിച്ചത് ചത്ത കുതിര എന്നാണ്, അല്ലേ? ഇപ്പുറത്തിരിക്കുന്ന സനോജിന്റെ പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിലെത്തിയപ്പോൾ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ആ സർക്കാരിനെ, ജനം തെരഞ്ഞെടുത്ത സർക്കാരിനെ പിരിച്ചുവിട്ടതും ഇതേ ജനാധിപത്യത്തിന്റെ അപ്പോസ്തലനായിരുന്ന മിശിഹ ആയിരുന്ന നെഹ്റു ആയിരുന്നു. ഇനി നെഹ്റുവിന്റെ കാലത്ത് സംഭവിച്ചെന്താ? നെഹ്റു വലിയ ജനാധിപത്യവാദിയായിരുന്നോ? സർ, നെഹ്റു പ്രധാനമന്ത്രി ആയതുപോലും ജനാധിപത്യ വിരുദ്ധമായ, അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടികളുടെയല്ലേ. അദ്ദേഹത്തിന് ഒരു ഒറ്റ പോപ്പുലർ വോട്ട് കിട്ടിയിട്ടുണ്ടോ പ്രധാനമന്ത്രിയാകാൻ? രാജ്യത്തെ 15 PCCകളും വോട്ട് ചെയ്താർക്ക? സർദാർ വല്ലഭായ് പട്ടേലിനല്ലേ. നെഹ്റുവിന് ഒരല്പം ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പറയേണ്ടിരുന്നില്ലേ, വോട്ട് കിട്ടിയത് പട്ടേലിനാണ്, മൂപ്പരാവട്ടെ, ഞാൻ വേണ്ടാന്ന് പറയേണ്ടിരുന്നില്ലേ? ചെയ്തോ? ഇല്ല, ഞങ്ങളുടെ ആയിക്കോളാന്ന് പറഞ്ഞു, കണാറിന്റെ പോലെ ഞാൻ ആയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നെഹ്റുവിടെ പ്രധാനമന്ത്രിയാകുന്നത്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ നെഹ്റു പ്രധാനമന്ത്രിയാകുന്നു. പ്രധാനമന്ത്രി ആയിട്ട് ചെയ്തെന്താ? എല്ലാവരും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. രാജ്യത്തെ ഭരണഘടന നൽകിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ആദ്യത്തെ അമെൻമെന്റ് കൊണ്ടുവന്ന് ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കർട്ടയിൽ ചെയ്താരാ? റീസണബിൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നതാരാ? നെഹ്റു അല്ലേ. അന്ന് അതിനെ കമ്മ്യൂണിസ്റ്റുകാർ പോലും വേണ്ട രീതിയിൽ എതിർത്തില്ല കേട്ടോ. ആകെ എതിർത്തത് ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ള ആളുകളാണ്. ആർട്ടിക്കിൾ 19 റൊമേഷ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരു അൾട്രാ ലെഫ്റ്റിസ്റ്റ് ആയിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു റൊമേഷ് താപ്പർ. അദ്ദേഹത്തിന്റെ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം മദ്രാസിൽ വിൽക്കാൻ സമ്മതിക്കില്ലാതെ സെൻസർ ഏർപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിച്ചു. അതോടൊപ്പം ആ കേസിൽ കക്ഷി ചേർന്നത് RSSന്റെ പ്രസിദ്ധീകരണമായിരുന്ന ഓർഗനൈസറായിരുന്നു. ആ ഓർഗനൈസറും അതുപോലെ തന്നെ റൊമേഷ് താപ്പറിന്റെ ക്രോസ് റോഡ്സും അതിനനുകൂലമായി സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോഴാണ് ആദ്യത്തെ അമെൻമെന്റ് കൊണ്ടുവരുന്നത്. ആ അമെൻമെന്റിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന മാറ്റി നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ ആളുടെ പേരാണ് ജവഹർലാൽ നെഹ്റു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നെഹ്റുവിനെ ഹിറ്റ്ലർ എന്ന് വിളിച്ച് കവിത എഴുതിയതിന്റെ പേരിൽ ഒരു കവി 1 വർഷമാണ് ഇന്ത്യയിൽ ജയിൽ കിടന്നത്. 1 വർഷം. ശരി, നമുക്ക് നിങ്ങൾ 3 പേരുള്ളത് കൊണ്ടാണ് സന്ദീപിന് ദീർഘമായി ആ കാര്യത്തിൽ പ്രതികരിക്കാനുള്ള അവസരം കൊടുത്തത്. വളരെ പോയിന്റഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി രാഹുലിന്റെ ഭാഗത്ത്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എന്ന പേര് കൊളോണിയലാണ്, ഭാരതം എന്ന് പറയുന്ന പേരാണെങ്കിൽ ആത്മീയമാണ് എന്നൊക്കെയാണ്. അത് ബ്രിട്ടീഷുകാരാണോ ഇന്ത്യ എന്ന പേര് ആദ്യമായി റെഫർ ചെയ്യുന്നത്? അത് അദ്ദേഹത്തിൻ്റെ ചരിത്രാവബോധത്തിൻ്റെ പരിമിതി കൊണ്ടായിരിക്കാം. BC 4-ാം നൂറ്റാണ്ടിൽ ഹെർഡോട്ടസ് ഇന്ത്യയെപ്പറ്റി വിശേഷിപ്പിച്ചപ്പോൾ മീൻ പച്ചയ്ക്ക് ഭക്ഷിക്കുന്ന, പച്ചമാംസം ഭക്ഷിക്കുന്ന, ഇരുണ്ട ത്വക്കോട് കൂടിയ മനുഷ്യന്മാർ കഴിയുന്ന സ്ഥലത്തെ ഇന്ത്യ എന്ന് തന്നെയാണ് BC 4-ാം നൂറ്റാണ്ടിൽ ഹെർഡോട്ടസ് വിശേഷിപ്പിച്ചത്. അന്ന് ബ്രിട്ടൻ ഇന്ത്യയെ കൊളോണിയൽ വാഴ്ചയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാലമാണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റ്, എന്തുകൊണ്ട് ഇന്ത്യ എന്ന പേര് മാറ്റണം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ പോയിന്റ്, ഗീതയിൽ ഭാരതം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. സാർ, ഗീതയിൽ ഭാരതം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഗീത പൂജാമുറിയിൽ വെക്കണം സാർ. അതല്ലെങ്കിൽ രാമാനന്ദ സാഗറിനെ കൊണ്ട് സീരിയൽ ഇറക്കണം സാർ. അതല്ലാതെ ഗീതയിൽ എഴുതി വെച്ചതിൻ്റെ പേരിൽ ഭരണഘടന മാറ്റാൻ വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കും സാർ. പിന്നെ അങ്ങ് ഇവിടെ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പറഞ്ഞു. 1964 മരണപ്പെട്ട ജവഹർലാൽ നെഹ്റു 2024 ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളത് ആ മനുഷ്യൻ്റെ പ്രസക്തിയായി തന്നെ ഞാൻ വിലയിരുത്തുന്നു. അതവിടെ നിൽക്കട്ടെ. നെഹ്റുവിൻ്റെ ജനാധിപത്യത്തെ പറ്റി അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ
ഒറ്റവാക്കിൽ മറുപടി. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റവാക്കിൽ മറുപടി, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നായതുകൊണ്ട് മാത്രമാണ് അതിനും ശേഷം അദ്ദേഹം മരിച്ച് ഏതാണ്ട് 7 പതിറ്റാണ്ടുകൾക്കിപ്പുറം BJP യുടെ പ്രതിനിധിയായിട്ട് സന്ദീപ് വാര്യർക്കും CPM ൻ്റെ പ്രതിനിധിയായിട്ട് സനോജിനും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ട് KM ഷാജിക്കും മാധ്യമ സ്ഥാപനമായ അഭിലാഷിനുമൊക്കെ ഈ ചർച്ച സംഘടിപ്പിക്കുവാൻ കഴിയുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി ആയിരുന്നുവെങ്കിൽ, അബദ്ധത്തിലെങ്കിലും ആയിരുന്നുവെങ്കിൽ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ രാജ്യത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് നെഹ്റുവിൻ്റെ ജനാധിപത്യ മൂല്യത്തിലെ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ ഭേദഗതിയെ പറ്റി പറയുമ്പോൾ, സർ, നിങ്ങൾ കുറേ ഭേദഗതികൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, ഞങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യാമോ? നിങ്ങൾ പൗരത്വത്തെ ഭേദഗതി ചെയ്തു. പൗരത്വത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് കൊണ്ടുവന്ന സംഭാവന എന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി മുന്നിൽ നിന്ന ജനറലിന് പൗരത്വം നഷ്ടമായി എന്നല്ലാതെ ആ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഈ രാജ്യത്തിനുണ്ടായ നേട്ടം എന്താണ് സർ? ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു ഭേദഗതി പറയട്ടെ. അങ്ങ് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം, ഈ ഞങ്ങൾ 2 തവണ ജയിച്ചു, ജനങ്ങളുടെ മാൻഡേറ്റ് കൊണ്ടാണ് ഞങ്ങൾ ഈ തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതേ വാചകം പണ്ട് പറഞ്ഞ ആളുടെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ്. അന്ന് അഡോൾഫ് ഹിറ്റ്ലറും തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് തന്നെയാണ് ജർമ്മനിയുടെ ഭരണാധികാരിയായിട്ട് വരുന്നത്. പിന്നെ ഞാൻ താങ്കളോട് എനിക്ക് ഒരു കാര്യത്തിനകത്ത് ഈ അഡോൾഫ് ഹിറ്റ്ലർ ഫാൻസിനോട് ഞാൻ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മോദിയെയും ഹിറ്റ്ലറിനെയും താരതമ്യപ്പെടുത്തി എന്നുള്ളത് ഹിറ്റ്ലർ ഫാൻസിനോട് ഞാൻ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുക. കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ അഡോൾഫ് ഹിറ്റ്ലർ ഏറ്റവും ചുരുങ്ങിയത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഭരണഘടനാപരമായിട്ട് അതൊന്ന് പരാമർശിക്കുകയെങ്കിലും ചെയ്തു. എന്നാൽ നിങ്ങൾ അപ്രഖ്യാപിതമായി, അവിടെ പോലും നിങ്ങൾ ഭരണഘടനയെ വിശ്വാസത്തിലെടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അപ്രഖ്യാപിതമായി ഈ രാജ്യത്തെ പൗരന് മുകളിലേക്ക് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കുന്നത്. വന്നിട്ട് ആണോ ഈ വർത്തമാനം പറയുന്നത്? അങ്ങ് പറയുകയാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് LK അദ്വാനി പറഞ്ഞിരുന്നു അത്രേ. എന്താ പറഞ്ഞത്? മാധ്യമങ്ങളോട് ഇരിക്കാനേ പറഞ്ഞുള്ളൂ, അപ്പോൾ കിടക്കുകയാണെന്ന്. അപ്പോൾ അർണബ് ഗോസ്വാമി എന്താ കുഴി കുടിച്ച് താഴെ കിടക്കുകയാണോ സാർ നിങ്ങളുടെ കാലത്ത്? അതല്ലേ ഈ രാജ്യത്ത് ഇന്നത്തെ കാലത്ത് മാധ്യമ സ്ഥാപനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി? നിങ്ങളെ എതിർക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ BBC ഒരു ഡോക്യുമെൻ്ററി കൊണ്ടുവന്നതിൻ്റെ പേരിൽ കൊച്ചുകുട്ടികളൊക്കെ പിണങ്ങി ഞാൻ കൊടുത്ത സാധനം തിരിച്ചു വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ, ആ കുട്ടികളി പോലെ BBC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നേർക്ക് റെയ്ഡ് നടത്തിയ ആളുകളല്ലേ ഇവിടെ വന്നിരുന്നിട്ട് വലിയ വായിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്? അതിനെപ്പറ്റിയൊന്നും നമ്മൾ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും തൽക്കാലത്തെ ലക്ഷ്യത്തിൽ നല്ലത്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, വേറൊരു ഭേദഗതി നിങ്ങൾ കൊണ്ടുവന്നു. ഇതുപോലെ ഭേദഗതികളുടെ കാലത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന സമിതിക്കകത്ത് നിങ്ങളൊരു ഭേദഗതി കൊണ്ടുവന്നു. എന്താ ഭേദഗതിയുടെ പ്രസക്തി? ഇത്ര കാലം നാളിതുവരെ എന്തായിരുന്നു അതിൻ്റെ ശൈലി? അതിനകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങിയിരുന്ന പാനലിനെ മാറ്റി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് നിങ്ങൾ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തുകയാണ്. ആ ഭേദഗതി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൊല്യൂട്ട് ചെയ്തിട്ട് വന്നിരുന്നിട്ടാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ പ്രസംഗിക്കുന്നതെന്ന് താങ്കളൊന്ന് ഓർത്താൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഈ ഭരണത്തെ പറ്റി പറഞ്ഞല്ലോ. ഈ ഭരണത്തിൽ ഇനി പോട്ടെ, നിങ്ങൾ അപരവൽക്കരണവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ സനോജ് സൂചിപ്പിച്ചതുപോലെ റൂൾ 193 രാജ്യത്ത് അടിയന്തരമായ ഘട്ടങ്ങളിൽ നടപ്പാക്കേണ്ടുന്ന ഒരു പ്രമേയം ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. എന്താണ് കാര്യം? രാമക്ഷേത്രം അയോധ്യയിൽ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് നേർക്കേറ്റ ഏറ്റവും വലിയ കളങ്കമായി, ഏറ്റവും വലിയ അടിയായി ആ മിനാരത്തെ തകർത്തതിൻ്റെ ശേഷം വന്ന അമ്പലത്തിന് ഐക്യപ്പെടുവാൻ വേണ്ടി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രമേയം പാസ്സാക്കുന്ന ദിവസമല്ലേ ഇത്? എന്തിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്? ജനുവരി 26 ഈ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കായ ദിനത്തേക്കാൾ പ്രധാനപ്പെട്ടത് ജനുവരി 22 എന്ന് മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നിങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ റൂൾ 193 പോലും ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ പോരാടി തോൽപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ ജർമ്മനിയെ പറ്റിയും ഹിറ്റ്ലറെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയാതെ പോകരുത്. ഈ ഹിറ്റ്ലറെയും ഇന്ദിരാഗാന്ധിയും നിങ്ങൾ താരതമ്യപ്പെടുത്തി. നിങ്ങൾ ഹിറ്റ്ലർ വിരോധിയാണ് എങ്കിൽ ശ്രീ സന്ദീപ് വാര്യർ ആദ്യം ഉപേക്ഷിക്കേണ്ടുന്ന പ്രസ്ഥാനം RSS ആണ്. കാരണം RSS രൂപം കൊള്ളുന്നത് ഹിറ്റ്ലർ എങ്ങനെയാണോ നാസി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്, ബെനേറ്റോ മുസോളിനി എങ്ങനെയാണോ ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തത്, അതേ പ്രസ്ഥാനത്തിൽ വേഷത്തിൽ പോലും വലിയ വ്യത്യാസമില്ല. ഇപ്പോൾ നിക്കറ് മാറ്റി പാൻസാക്കി എന്നുള്ള ചെറിയ വ്യത്യാസം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ സാർ. അത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അതല്ലാതെ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾ തമ്മിലില്ല. നിങ്ങളൊന്ന് 2 പേരുടെ ചരിത്രവും നിങ്ങളുടെ കാലയളവും ഒക്കെ എടുത്തൊന്ന് നോക്കിയാൽ മതി. പിന്നെ പാർട്ടിക്കകത്തെ ജനാധിപത്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ
ആ LK അദ്വാനിയുടെ അവസ്ഥയെ പറ്റിയൊക്കെ സംസാരിച്ചിട്ട് വേണ്ടായോ? അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് കടന്ന ആളുകളൊക്കെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുവെക്കുമെങ്കിൽ നിങ്ങളത് അഡ്വൈസറി കമ്മിറ്റിയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അതല്ലാതെ വലിയ വ്യത്യാസമൊന്നും അതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എന്ന പേരും ഭാരത് എന്ന പേരും എന്നതിനേക്കാളൊക്കെ അപ്പുറം പ്രസക്തം ഞങ്ങൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ, ഈ രാജ്യത്തെ മതേതരവാദികൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഭാരതമെന്ന് പറയുന്നിടത്തോളം കാലം ആ പ്രത്യയശാസ്ത്രത്തെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പാരമ്പര്യമാണ്, അതിൻ്റെ പൈതൃകമാണ് ഈ രാജ്യത്തിനുള്ളത് എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. ശരി, ഇവിടെ ശ്രീ സനോജ്, നമ്മൾ മതാത്മക ദേശീയത എന്ന ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങണ്ട ഇന്ത്യ ഭാരത് ഡിബേറ്റ്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ BJPയുടെ പാർലമെന്റ് അംഗം സുധാംശു ത്രിവേദി പ്രസംഗിച്ചത് നമ്മൾ ഹിന്ദു ഗ്രോത്ത് റേറ്റിൽ നിന്ന് ഹിന്ദുത്വ ഗ്രോത്ത് റേറ്റിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ പുതിയ ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. GDP-യിൽ കൊളോണിയൽ ഭൂതകാലത്തെ മറികടന്ന്, ബ്രിട്ടനെ മറികടന്ന് 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവുന്നു. കോവിഡിന്റെ കാലത്തെ അതിജീവിച്ച് മികച്ച സാമ്പത്തിക നേട്ടമുണ്ടാവുന്നു. ഇവിടെ കൂടുതൽ ആളുകൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ കൈവരുന്നു. രാജ്യം കുതിക്കുകയാണ്. ഇതാണ് പുതിയ ഭാരതം എന്നതുകൂടിയാണ് BJPയുടെ ക്ലെയിം. നമ്മൾ അതിനെ മതാത്മക ദേശീയതയ്ക്കകത്ത് മാത്രമായി കാണേണ്ടതില്ല. അല്ല, ഈ പറയുന്ന രാജ്യത്തിൻ്റെ കുതിപ്പ് എങ്ങോട്ടാണ്? ഇപ്പം ആഗോളതലത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ട നിരവധി സൂചികളുണ്ട്. ഇപ്പോൾ ലോകത്ത് ഇതിപ്പോൾ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്ന സംവാദമാണല്ലോ. ഈ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യം എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ രാജ്യം ഈ സന്ദീപ് വാര്യർ പറയുന്ന നിലയിലാണോ ഉള്ളത്? ഏതാണ്ട് 140 മുകളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ 162. ആഗോള പട്ടിണി സൂചിക 125 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഏതാണ്ട് 117 സ്ഥാനത്താണ്. എവിടെയാണ് രാജ്യം പുരോഗമിച്ചത്? ഇവർ വികസിത ഇന്ത്യയെക്കുറിച്ച് പറയുന്നു. ആളോഹരി വരുമാനത്തിൻ്റെ കണക്കെങ്ങനെയാണ്? അപ്പം ആളുകളെ പറ്റിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം പിറകോട്ട് പോകുന്നു. ഇവിടെ വളരുന്നത് അദാനിയാണ്, ഇവിടെ വളരുന്നത് അംബാനിയാണ്. വൻകിട കുത്തക കോർപ്പറേറ്റുകൾക്കല്ലാതെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആളുകളുടെ ജീവിത നിലവാരം താഴോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലത്തെ ഒരു സംഭവം, കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവം പറഞ്ഞാൽ, ഇപ്പം ഡൽഹിയിൽ സംസ്ഥാന ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു സമരം നടക്കുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനമായിട്ടുള്ള അനുഭവം വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സംസ്ഥാനങ്ങൾക്ക് സമരം നടത്തേണ്ടി വന്നു? ഇവർ പറയുന്ന ഭാരതത്തിലേക്കുള്ള പോക്കിൻ്റെ വേഗത കൂടുമ്പോഴാണ് സംസ്ഥാനങ്ങൾക്ക് ഡൽഹിയിലേക്ക് പോവേണ്ടി വരുന്നത്. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള അതിൻ്റെ ഫെഡറൽ തത്വങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം സമരം നടത്തി, കർണാടക സമരം നടത്തി, തമിഴ്നാട് ആ അഭിപ്രായത്തിൽ നിൽക്കുന്നു, പഞ്ചാബ് മുന്നോട്ട് വരുന്നു, ഡൽഹി മുന്നോട്ട് വരുന്നു. ഇങ്ങനെ BJP ഇതരമായി ചിന്തിക്കുന്ന, BJPയെ ജനങ്ങൾ മാറ്റി നിർത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനവും ഇതിൻ്റെ എല്ലാം ഭാഗമായി കൂട്ടിച്ചേർത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നേറുന്നു എന്നൊക്കെ പറയുന്നത് വെറും ബഡായിയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മുന്നേറ്റമുണ്ടാവുന്നത് വൻകിട കുത്തക കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ്. നമ്മുടെ പല കണക്ക് ഇപ്പോൾ ഇവിടെ ധാരാളം ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ട്. എന്താ രാജ്യത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ചിത്രം? നരേന്ദ്രമോദി ആദ്യം അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 വർഷം 2 കോടി തൊഴിൽ പുതുതായി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ 5 വർഷം കൊണ്ട് 10 കോടി തൊഴിൽ. ഇവരിതാ 10 വർഷത്തേക്ക് കിടക്കുന്നു. 10 വർഷം കൊണ്ട് എത്ര കോടിയാ? 20 കോടി തൊഴിൽ കൊടുക്കേണ്ടതാ. 20 കോടി പോയിട്ട് 20 ലക്ഷം തൊഴിൽ ഇവിടെ കൊടുത്തോ? 20 ലക്ഷം തൊഴിൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള തൊഴിലവസരങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ത്യൻ ആർമിയിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു ചെറുപ്പക്കാർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കാൻ കഴിയുന്ന മറ്റൊരു മേഖല. എന്താ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചിത്രം? എന്താ ചിത്രം? SBIയിൽ നിയമനമുണ്ടോ? ബാങ്കിങ് സെക്ടറിനകത്ത് പുതിയ നിയമനമുണ്ടോ? ഇന്ത്യൻ റെയിൽവേയിൽ നിയമനമുണ്ടോ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ നിയമനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുന്നു. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് സംസാരിക്കുന്നത്. തൊട്ടടുത്തൊരു വിമാനത്താവളമുണ്ട്.
തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ആ അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പോൾ ആരുടെ കയ്യിലാ? അദാനിയുടെ കയ്യിലാ. നേരത്തെ അവിടെ ഉണ്ടാവുന്ന ഓരോ ഒഴിവിനും പൊതുപരീക്ഷ നടക്കുമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ആ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാമായിരുന്നു. മെറിറ്റും സംവരണവും സാമൂഹ്യനീതിയും അനുസരിച്ച് അവിടെ നിയമനം നടക്കുമായിരുന്നു. ഇനി അവിടെ നിയമനമില്ല. ഇനി അവിടെ കരാർ അടിമകളെ എടുക്കും. തൊഴിലാളി, ജീവനക്കാരൻ, ഉദ്യോഗസ്ഥൻ എന്ന ഒരു പദവിയും അവിടെ ഇല്ല. കരാർ അടിമകൾ മാത്രമാണ്. അതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഭാരതത്തിൽ തൊഴിലാളിക്ക് പകരം കരാർ അടിമ മാത്രമേ ഉണ്ടാവൂ. ഇവർ ഉദ്ദേശിക്കുന്ന ഭാരതത്തിൽ അന്തസ്സുള്ള തൊഴിലാളി ഉണ്ടാവില്ല, അന്തസ്സുള്ള ജീവനക്കാരുണ്ടാവില്ല. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചിത്രം നോക്കൂ. ഇപ്പം നമ്മളെല്ലാം ഏറെ പരിചിതമായ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് BSNL. ആ BSNL എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ 3 ലക്ഷം തൊഴിലാളികൾ, ജീവനക്കാർ ഉണ്ടായിരുന്നു. ഏതാണ്ട് 50,000 ആളുകൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ കരാർ ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ 3.5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്ത ഇന്ത്യയിലെ ടെലികോം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം. ഇവരുടെ ഭാരതത്തിലേക്കുള്ള യാത്രയിൽ ആ സ്ഥാപനത്തിൽ ഇപ്പോൾ 60,000 ജീവനക്കാരേ ഉള്ളൂ. ബാക്കി ജീവനക്കാർ എവിടെ പോയി? കേവലം ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്ത് 3.5 ലക്ഷം തൊഴിലാളികളാണെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ കയ്യിൽ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ഉപഭോക്താക്കളെല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ 3.5 ലക്ഷത്തിൽ നിന്ന് 35 ലക്ഷമായി ഉയരുമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി ഇത് ഭാരതമാക്കാൻ തീരുമാനിച്ച യാത്രയിൽ 35 ലക്ഷത്തിൽ നിന്ന് 60,000 ചുരുങ്ങുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് പോയി BPCL കൊടുക്കാൻ തീരുമാനിക്കുന്നു, LIC കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇതല്ലേ ഇവരുടെ നേട്ടം? അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതോടെ, കോർപ്പറേറ്റുകൾ കൈമാറുന്നതോടെ തൊഴിലില്ലായ്മക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അത് ശക്തിപ്പെടുന്നു. ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നു എന്നാണ് പാർലമെന്റിൽ ഇവരുടെ തന്നെ മന്ത്രിമാർ പാർലമെന്റിൽ ചോദിക്കുന്ന MP-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ പോക്ക് മുന്നോട്ടല്ല. ഏത് കണക്കുകൾ വെച്ച് പരിശോധിച്ചാലും നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ കാര്യങ്ങളുടെ പോക്ക് അപകടത്തിലേക്കാണ്. ഇന്ത്യ അപകടത്തിലേക്കാണ്. ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലേക്കാണ്. ശരി, ശ്രീ KM ഷാജി, താങ്കളുടെ അവസരമാണ്. നമുക്ക് അറിയാം, പാർലമെന്റ് സമ്മേളനം അതിൻ്റെ അവസാനത്തെ ദിവസത്തിലാണ്. 2 സഭകളിലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമ്മൾ കേട്ടു. മോദി 3.0 അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJPക്ക് 370 സീറ്റ്, NDAക്ക് 405 സീറ്റ് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രഖ്യാപനം നമ്മൾ കേട്ടു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ 3 പേരും രാജ്യം നേരിടുന്ന വിവിധ സാഹചര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് 400 സീറ്റുമായി ഞാൻ അധികാരത്തിൽ 3-ാം തവണയും വരുമെന്ന ആത്മവിശ്വാസം നരേന്ദ്രമോദിക്ക് ഉണ്ടാവുന്നത്? ഭാരതം ഇന്ത്യയെ തോൽപ്പിക്കുകയാണോ? ചോദ്യത്തിന് ഒറ്റയടിക്ക് ഞാൻ ഉത്തരം പറയാം. ഇപ്പോൾ നടക്കുന്ന സർവേയും ഇപ്പോൾ നടക്കുന്ന പ്രഖ്യാപനമൊന്നും ജയിക്കാൻ വേണ്ടിയുള്ളതല്ല. അദാനിയുടെ ഷെയർ അന്താരാഷ്ട്ര തലത്തിൽ കൂട്ടുന്നതിന് വേണ്ടിയും അതിജീവിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതൊന്നും തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം അറിയുന്നവർക്ക് പറയാനാവുന്ന ഒരു കാര്യം. ഞാൻ സന്ദീപ് വാര്യർ പറഞ്ഞൊരു കാര്യം പറയാം. ഈ മുസ്ലിം ലീഗ് ചത്ത കുതിരയെന്ന് നെഹ്റു പറഞ്ഞു എന്നുള്ളതാണ് വലിയ ആക്ഷേപം. നെഹ്റു അത് പറയണമല്ലോ, കാരണം നെഹ്റു കോൺഗ്രസ്സാണ്, ഞങ്ങൾ ലീഗുമാണ്. അത് പറയാനുള്ള നെഹ്റുവിൻ്റെ സ്വാതന്ത്ര്യവും ആ നെഹ്റുവിനോട് അല്ല പണ്ഡിറ്റ്ജി ഇത് ചത്ത കുതിരയല്ല ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന് പറയാൻ CH-നെ കൊണ്ട് കഴിയുന്നതും ഞങ്ങൾ വേറെ വേറെ പാർട്ടി ആയതുകൊണ്ടാണ്. ഞാൻ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കണം എന്ന് പറയുന്നത് ഒറ്റ കാര്യം എന്താ വെച്ചാൽ എനിക്ക് മാങ്കൂട്ടത്തിൻ്റെ ചീത്ത പറയാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നുള്ളതുകൊണ്ടാണ്. അതാണ് ഈ രാജ്യത്തിൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത്. പരസ്പരം തർക്കിക്കാനും പരസ്പരം വർത്തമാനം പറയാനും ഈ രാജ്യം ഉണ്ടാവണം. നിങ്ങളുമായിട്ടുള്ള ഞങ്ങളുടെ വിയോജിപ്പ് അതാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടി, അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരള സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല. അവരും ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് 2ാമത്തെ തവണ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം കിട്ടിയാൽ മിണ്ടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? അതാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഭൂരിപക്ഷത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളാണ്, 80%. നിങ്ങൾ അവർക്ക് വേണ്ടിയെങ്കിലും ഭരിക്കുക. അവർക്ക് അരിയുടെ വില കുറച്ച് കൊടുക്കുക, അവർക്ക് പെട്രോളിൻ്റെ വില കുറച്ച് കൊടുക്കുക, അവർക്ക് ഡീസലിൻ്റെ വില കുറച്ച് കൊടുക്കുക, അവർക്ക് ഗ്യാസിൻ്റെ വില കുറച്ച് കൊടുക്കുക. അതിന്ന് കിട്ടുന്ന എന്തെങ്കിലും മതി ബാക്കിയുള്ള 20%. ദയവ് ചെയ്തിട്ട് ഭൂരിപക്ഷത്തെക്കുറിച്ച് നിങ്ങൾ മിണ്ടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂരിപക്ഷത്തിന് വേണ്ടി നിങ്ങളൊരു ചുക്കും ചെയ്യണില്ല, നിങ്ങൾ അവർക്ക് വേണ്ടി ഭരിക്കുന്നില്ല. 2ാമത്തെ കാര്യം ഞാൻ പറയണത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ പള്ളിയും ക്ഷേത്രം എന്നൊക്കെ പറയണത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഗൾഫിലൊന്ന് പോയി നോക്കിയാൽ മതി. ഭയങ്കര അമ്പുരച്ചുംബികളായ പള്ളികൾ കാണാം, മനോഹരമായ പള്ളികളാണ്. കാര്യം എന്താണ്? ഗൾഫിൽ അറബികളുടെ കയ്യിൽ പൈസ ഉണ്ട്. നിങ്ങൾ ആഫ്രിക്കയിൽ പോയി നോക്ക്, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് പള്ളി പോയിട്ട് അവിടെ അവർക്ക് നിസ്കരിക്കാനുള്ള ചെറിയൊരു കൂര പോലും ഇല്ല.
എന്താ കാര്യം? മനുഷ്യൻ്റെ കയ്യിൽ പൈസ ഇല്ല. മനുഷ്യൻ ആദ്യം വേണ്ടത് വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണ്. അത് കഴിഞ്ഞിട്ട് പള്ളിയും അമ്പലവും പിന്നെ ചർച്ച ഉണ്ടാവേണ്ടത്. ഇവിടെ ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത്, ലോകത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്കിൽ 111 പിന്നെ വേൾഡ് പിന്നെ എന്താണ് പിന്നെ കണക്കെടുത്ത് ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ, ഹംഗറി ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും മുമ്പിലാണുള്ളത്. അങ്ങനത്തെ ഒരു രാജ്യത്ത് കോടികൾ ചിലവാക്കിയിട്ട് അമ്പലവും ബിംബം ഉണ്ടാക്കുന്നത് എന്ത് അർത്ഥത്തിലാണ്? ലോകത്തൊരു രാജ്യത്തില്ലാത്തതാണ്. നിങ്ങൾ പറയുന്നത് എന്താ അറിയോ? പാവപ്പെട്ടവന് പള്ളി, പാവപ്പെട്ടവന് ചർച്ച്, പാവപ്പെട്ടവന് അമ്പലം, അദാനിക്ക് പോർട്ട്, അദാനിക്ക് സീപോർട്ട്, അദാനിക്ക് എയർപോർട്ട്, മറ്റുള്ളവർക്ക് മറ്റുള്ള കാര്യങ്ങൾ. പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങളെ നോക്കാൻ നിങ്ങൾക്ക് എപ്പോഴാണ് കഴിയുക? അവൻ്റെ പ്രശ്നങ്ങളുടെ കൂടെ നിങ്ങൾ എപ്പോഴാണ് നിൽക്കുക? ഞാൻ നീട്ടണില്ല അഭിലാഷേ, ഒറ്റ കാര്യം ഞാൻ പറയാം. ഈ 1ാമത്തെ 2ാമത്തെ 3ാമത്തെയും പാഠം പാകിസ്ഥാനാണ്. നിങ്ങൾ പഠിച്ചോളി, അവിടെ നിന്ന് വരുന്ന റിസൾട്ട്. എല്ലാം അടച്ചുപൂട്ടി ഫാസിസ്റ്റുകൾ ഭരിച്ചിട്ട് ജയിലിൽ ഇരുന്ന് ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങൾ സ്വതന്ത്രമായി മത്സരിക്കാൻ. ആ സ്വതന്ത്രം 3/2 ഭൂരിപക്ഷത്തിലേക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ. ഇന്ത്യ അല്ല, പാകിസ്ഥാനല്ല, ലോകത്തിലെ ഒരു രാജ്യത്തും ജനവികാരത്തെ അടിച്ചമർത്തിയിട്ട് ഭരിക്കാൻ ഒരു ഭരണാധികാരിക്കും കഴിയില്ല. നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കാട്ടിയിട്ട് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഗ്ലോബൽ വില്ലേജാണ്. ഇന്ത്യ എന്ന് പറയുന്ന കോഴിക്കൂട്ടമൊന്നല്ല ഇന്ന് ലോകം. ഇതൊരു ഗ്ലോബൽ വില്ലേജാണ്. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന മാതിരി കുറച്ച് കമ്മ്യൂണിറ്റിനെ മാത്രം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഭരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അബദ്ധമാണ്, തെറ്റിദ്ധാരണയാണ്. ഒരൊറ്റ കാര്യം കൂടി പറയാം. നിങ്ങൾ ഈ രാമൻ ഇത്ര ദുഃഖിക്കുന്നതിന് മുമ്പ് രാമൻ്റെ ദുഃഖം എഴുതിയത് എൻ്റെ വയനാട്ടുകാരനായ MP വീരേന്ദ്രകുമാറാണ്. അന്ന് രാമൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയേറെ ദുഃഖിക്കേണ്ടി വരുമെന്ന്. ഈ രാജ്യത്തിലെ ഓരോ കാര്യം നിങ്ങൾ, ഗാന്ധിജി, നെഹ്റു, ഞാൻ പറയാം, ഫാസിസത്തെ എതിർക്കുന്ന ആളുകളുടെ കണക്ക് നിങ്ങൾ പറഞ്ഞു. രാഹുൽ ആവട്ടെ, ലാലു പ്രസാദ് ആവട്ടെ, ബിജു പട്നായിക് ആവട്ടെ, ഉദ്ധവ് താക്കറെ ആവട്ടെ, മമതാ ബാനർജി ആവട്ടെ, സ്റ്റാലിൻ ആവട്ടെ, സിദ്ധരാമയ്യ ആവട്ടെ, DK ശിവകുമാർ ആവട്ടെ, കപിൽ സിബൽ ആവട്ടെ, കണ്ണൻ ഗോപിനാഥൻ ആവട്ടെ, RB ശ്രീകുമാർ ആവട്ടെ, ടീസ്റ്റ സതൽവാദ്, സഞ്ജീവ് ഭട്ട്, ആനന്ദ് തെൽതുംതെ, ഗൗതം നക്കുവാലെ, ഒരൊറ്റ മുസ്ലിം അതിനകത്തില്ല. ഈ രാജ്യത്ത് ഒരു ഭയമില്ലാതെയാണ് അഭിലാഷേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പാർട്ടി എന്നുള്ള ആൾക്കാർ, മുസ്ലിം എന്നുള്ള ആൾക്കാർ, ഞങ്ങളൊക്കെ വീട്ടിൽ പോയി കടന്നു തുടങ്ങിയാലും ആ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇന്ത്യ എന്ന് പറയുന്നൊരു വികാരം ഇവിടെ ഉണ്ട്, ഭാരതം എന്ന് പറയുന്നൊരു വികാരം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല. ഞാൻ ദയവ് ചെയ്തിട്ട് നിങ്ങളോട് പറയണത്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ അവൻ്റെ പ്രശ്നങ്ങളെ കുറച്ചെങ്കിലും, ഇപ്പോൾ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇപ്പോൾ ലാവോസിൽ നടന്നിട്ടുള്ള വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്ത് ഇന്ത്യയിലെ പൈസക്കാർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? മോദി വീണ്ടും വരണം എന്നാണ്. എന്താ കാര്യം? വന്നിട്ടില്ലെങ്കിൽ ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആവും എന്നുള്ള ഭയമാണ്. ഇന്ത്യ വെൽഫെയർ സ്റ്റേറ്റ് ആവും എന്നുള്ളത് ഒരു ഫാഷിസ്റ്റ് ഭരണകൂടിയുടെ ഭയമാണെങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ പണക്കാരൻ്റെ കൂടെയല്ല, ഈ ഭരിക്കുന്ന കുത്തകകളുടെ കൂടെയല്ല, രാജ്യം വെൽഫെയർ സ്റ്റേറ്റ് ആവണം എന്ന് വിചാരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് അഭിലാഷേ, ചർച്ചയിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇന്ത്യയിലും ഞങ്ങൾ പാർക്കും, ഭാരതത്തിലും ഞങ്ങൾ പാർക്കും, ഈ നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഇവിടെ പാർക്കും. ഒരു ഭയം ആർക്കുമില്ല. ശരി, നമുക്ക് ഓഡിയൻസിലേക്ക് പോകണം. അതിന് മുമ്പ് എനിക്ക് അതിന് ഞാനൊരു കോൺടാക്ട് സെറ്റ് ചെയ്തതിനു ശേഷം താങ്കൾക്ക് ഇതിന് മറുപടി പറയാം. അതിനുശേഷം നമുക്ക് ഓഡിയൻസിലേക്ക് പോകാം. ഇന്നലെ പറക്കാല പ്രഭാകരന്റെ സെഷൻ ഉണ്ടായിരുന്നു ഈ കായൽ തന്നെ. നമുക്ക് അറിയാമല്ലോ അദ്ദേഹത്തെ, നമ്മുടെ ധനകാര്യ മന്ത്രിയുടെ ജീവിത പങ്കാളി കൂടിയാണ്. അതിവിടെ പ്രസക്തമല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പ്രസക്തമാണ്. ഒന്ന്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള രാജ്യം ഇന്ത്യയാണ്, 24%. നമ്മുടെ തൊട്ടടുത്ത നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന ബംഗ്ലാദേശിൽ പോലും അത് 12%. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിലെ കണക്കനുസരിച്ച് കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യ 95ാം റാങ്കിലേക്ക് സ്ലിപ്പ് ചെയ്തു. ഇവിടെ മാധ്യമ സൂചികയൊക്കെ എപ്പോഴും പറയുന്നതായതുകൊണ്ട് ഞാൻ വേറൊരു കണക്ക് പറഞ്ഞതാണ്. നമ്മൾ 5ാമത്തെ വലിയ GDP ആയി എന്ന് പറയുമ്പോഴും പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ആഗോള ശരാശരിയേക്കാൾ ഒരുപാട് താഴെയാണത്. $2,300 മാത്രമാണ്. ആഗോള ശരാശരി അത് 13,000ആണ്. നമ്മൾ മറികടന്നു എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ്റെ, ഒരു ബ്രിട്ടൻ പൗരൻ്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് $48,000 ചില്ലറ. നമ്മുടെ തൊട്ടടുത്ത ഒരു ബംഗ്ലാദേശി മുസ്ലിം, ഒരു ഭാരതീയനേക്കാൾ യഥാർത്ഥത്തിൽ അവൻ്റെ പ്രതിശീർഷ വരുമാനം നമ്മളെക്കാൾ കൂടുതലാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദുത്വ ഗ്രോത്ത് റേറ്റിൽ നമ്മളെല്ലാം സമ്പൽ സമൃദ്ധമാണ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ അസമത്വത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ ഇന്ത്യയാണെന്നാണ് നമ്മുടെ രാജ്യം കണ്ട ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുമാരിൽ ഒരാളായ പറക്കാല പ്രഭാകർ പറയുന്നത്. അതിനോട് മറുപടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഓഡിയൻസിലേക്ക് പോവാം. 3 പേര് പറഞ്ഞ കാര്യങ്ങൾക്കും പറയേണ്ടതുണ്ട്. ഇവിടെ ആദ്യം ഷാജി സാഹിബിൽ നിന്ന് തുടങ്ങാം. ഷാജി സാഹിബ് തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്തില്ല ആക്ച്വലി. അതേ മുസ്ലിം സമൂഹം വളരെ ഭയത്തിലാണ്, മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഏലിയനേറ്റ് ചെയ്യുന്നു എന്നൊരു ആർഗ്യുമെൻ്റാണ് അദ്ദേഹം കൊണ്ടുവന്നത്. എല്ലാ കാലത്തും ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികളുമായി, മുഖ്യധാര പാർട്ടികളുമായി അകൽച്ച ഉണ്ടായിട്ടുണ്ട്. അത് BJP ആയിട്ട് മാത്രമൊന്നുമല്ല, കോൺഗ്രസ് ആയിട്ട് അകൽച്ച ഉണ്ടായിട്ടില്ലേ? ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം.
ഹിന്ദുസ്ഥാനിൽ അവശേഷിച്ച 3-4 കോടി മുസ്ലിങ്ങളിൽ ഏറെ പേരും പാകിസ്ഥാൻ ഉണ്ടാക്കാൻ സഹായിച്ചവരാണ്. എന്താ ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം മാറിപ്പോയോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ പറയുന്നു ഞങ്ങളുടെ കൂറ് നിങ്ങൾ എന്തിന് സംശയിക്കുന്നു, ഞങ്ങളുടെ രാജ്യസ്നേഹത്തിൽ അവിശ്വാസം എന്തിന് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കൂ. ഇത് പ്രസംഗിച്ചത് ഇക്കാലത്തെ ഏതെങ്കിലും RSSകാരനോ BJPക്കാരനോ ആയിരുന്നെങ്കിൽ ആഴ്ചകൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യായിരുന്നു. ഇത് പ്രസംഗിച്ച ആളുടെ പേര് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. 48-ൽ പ്രസംഗിച്ചാണ് കൽക്കട്ടയിലെ ഓപ്പൺ മൈതാനത്ത്. ഇന്നും യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ലഭ്യമാണ്. 1. 2, ഗാന്ധിജിക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിട്ടില്ലേ? എൻ്റെ സ്വന്തം അനുഭവത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, മുസ്ലിങ്ങൾ പൊതുവെ പ്രശ്നക്കാരാണ്, ഹിന്ദുക്കൾ ഭീരുക്കളും. ഞാനിത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ട്രെയിനുകളിലും പൊതുസ്ഥലങ്ങളിലും ബഹളം നടക്കുന്നിടങ്ങളിലെല്ലാം ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഓരോ കാലഘട്ടങ്ങളിലും മുസ്ലിം വിഭാഗവുമായി ദേശീയ നേതാക്കന്മാർക്ക് തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വായിക്കാം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കാഫിറായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ ബഹുമാനം അർഹിക്കാത്തവരും തുല്യത അർഹിക്കാത്തവരുമാണെന്ന് മുസ്ലിങ്ങൾ കരുതുന്നു. അതുകൊണ്ടാണ് കാഫർ ഭരിക്കുന്ന രാജ്യത്തെ അവർ ദാറുൽ ഹറബായി കാണുന്നത്. ഹിന്ദു നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ അവർ അനുസരിക്കില്ല എന്നതിന് വേറെ തെളിവുകളൊന്നും ആവശ്യമില്ല. ഇത് പറഞ്ഞയാളുടെ പേര് BR അംബേദ്കർ എന്നാണ്. ഞാൻ 3 പേരെ ഉദ്ധരിച്ചത്. BR അംബേദ്കറെ ഉദ്ധരിച്ചു, ഗാന്ധിജിയെ ഉദ്ധരിച്ചു, സർദാർ പട്ടേലിനെ ഉദ്ധരിച്ചു. ഇതൊക്കെ ഒരു മിനിറ്റ്. അല്ല, ഉണ്ട്. ഞാൻ ഈ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം. അഭിലാഷ്, ലെറ്റ് മീ ഫിനിഷ്. ഇത്തരം അവർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് മുസ്ലിം വിഭാഗവുമായി പല കാലഘട്ടങ്ങളിലും അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. മുഗൾ ആക്രമണമുണ്ട്, അതല്ലെങ്കിൽ പാകിസ്ഥാൻ രൂപീകരണമുണ്ട്. ചരിത്രപരമായ കാരണങ്ങളാൽ ഭിന്നാഭിപ്രായങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി അത് ആത്യന്തികമായി എല്ലാ കാലഘട്ടങ്ങളിലേക്കുള്ളതല്ല. അങ്ങനെ ഒരു അകറ്റി നിർത്തലും സാധ്യമല്ല. അങ്ങനെ അകറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഷാജി സാഹിബ് പറഞ്ഞു, നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയെങ്കിലും ആ 80% ആളുകൾക്ക് വേണ്ടിയെങ്കിലും പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു, അവർക്കെങ്കിലും അരി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം എന്ന് പറയുന്നതാണ്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഏതൊക്കെ തരത്തിലാണ് സ്വന്തം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നതിന്റെ എക്സ്പീരിയൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ ആ പ്രയോഗം ഉണ്ടായി. സർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, എൻ്റെ പ്രധാനമന്ത്രി 140 കോടി ഭാരതീയരുടെ പ്രധാന സേവകനാണ്. അത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ. അദ്ദേഹം നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ പോകും. അദ്ദേഹം ഇവിടെ പോർട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത്, ഇവിടെ എയർപോർട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഭാരത് അരി കൊടുക്കുമ്പോൾ ആ അരിയും ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ കിട്ടും. അങ്ങനെ അല്ലാതെ മതം നോക്കി ജാതി നോക്കി ഒരാൾക്കും വേർതിരിവ് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ചെയ്യുകയുമില്ല. 1. രണ്ടാമത്തെ കാര്യം, രാഹുൽ പറഞ്ഞ ചില കാര്യങ്ങൾ. രാഹുൽ പറഞ്ഞതുപോലെ രാഹുൽ ഇങ്ങനെ പരത്തി അങ്ങോട്ട് പറഞ്ഞു എന്നല്ലാതെ ഒന്നുകിൽ ഫാക്ച്വലായി സംസാരിക്കണം. ഞാൻ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് പ്രഖ്യാപിതമായി ഈ രാജ്യത്ത് നടന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അപ്രഖ്യാപിതമായ ഏതോ അടിയന്തരാവസ്ഥ ഉണ്ടെന്നാണ്. അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ഇവിടെ നിന്ന് സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇവിടെ രാജ്യത്ത് പ്രതിപക്ഷ നേതാക്കന്മാർ മുഴുവൻ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മുഴുവൻ പൂട്ടിക്കെട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. സെൻസർഷിപ്പ് ഉണ്ടാകുമായിരുന്നു. അപ്പൊ അടിയന്തരാവസ്ഥയെ, ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ ലഘൂകരിക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പൊ ഇങ്ങനെ സമീകരിക്കാൻ നോക്കുകയാണ്. നോക്കൂ, ഇവിടെ എത്ര ചെറുപ്പക്കാരുടെ ജീവനും ജീവിതവുമാണ് ഇവർ തകർത്തെറിഞ്ഞത്. നമ്മുടെ കോഴിക്കോട്ടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പാട്ട് പാടിയതിന്റെ പേരിലാണ്, അല്ലേ, പ്രേം നസീറിന്റെ മറ്റേ പടത്തിലെ പാട്ട് പാടിയതിന്റെ പേരിലാണ് രാജനെ കൊണ്ടുപോയി ഇവർ തല്ലിക്കൊന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യമല്ലേ? കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ ശുംഭനോ എന്ന് കെ കരുണാകരനെ നോക്കി പാടി എന്നുള്ളതാണ് ആ മഹാഭാവം വാരിരൂട്ടി ചെയ്ത് തെറ്റ്. അതിന്റെ പേരിലാണ് പോയി തല്ലിക്കൊന്ന്. നാളെ ഇവർ അധികാരം കിട്ടിയാൽ എന്നെ കൊല്ലില്ല എന്ന് വല്ല നിർബന്ധമുണ്ടോ? കോൺഗ്രസ്സുകാരുടെ ചരിത്രം അതാണ്. അധികാരം കിട്ടിയെടുത്ത് മുഴുവൻ ക്രഷ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിഷനെ. അത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇപ്പൊ ഇവരെ ഒരു ഗതിയില്ലാതെ, പണ്ട് കാലത്ത് മുഴുവൻ കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞാണ്. അന്ന് അവർ കരുതിയില്ല ഞങ്ങൾ വരുന്ന, അന്ന് ഞങ്ങളൊപ്പം ചായ കുടിച്ചു, ഞങ്ങളൊപ്പം വൈകുന്നേരം പാർട്ടിക്ക് വന്നു, ഞങ്ങളുടെ കൂടെ സഖ്യം ഉണ്ടാക്കി, അന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ കോൺഗ്രസിന് പകരം BJP ശക്തമായ സമയത്ത് കോൺഗ്രസ് പകരം BJP ശക്തമായി, ഇപ്പൊ BJP വിരോധമാണ്. എവിടെ എത്തി? അതൊക്കെ ചരിത്രമാണ്. അവരെവിടെ എത്തി എന്നുള്ളത് ഞാനത് പരിഗണിക്കുന്നത്. ഒരു കാര്യം പറയാം, സനോജ് പറഞ്ഞ ചില കാര്യങ്ങളോട് പറയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ രാജ്യം മുഴുവൻ അഡാനിക്കും അംബാനിക്കും കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ കോർപ്പറേറ്റുകളെ മാറ്റിയിട്ട് നിങ്ങൾ ആരെ കൊണ്ടുവരാൻ പോകുന്നത്? അഡാനിനെ മാറ്റിയിട്ട് നിങ്ങൾ ദുബായ് പോർട്ടിനല്ലേ കൊണ്ടുവരാൻ പോകുന്നത്? സർ, ഇന്ത്യൻ കോർപ്പറേറ്റുകൾ വളരട്ടെ, വികസിക്കട്ടെ. അങ്ങനെയാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകുന്നത്. ഈ രാജ്യത്ത് ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് റിലയൻസ് എന്നുള്ളതാണ്. അഡാനി കൊടുക്കുന്നതിന് പോട്ടെ, അദ്ദേഹം തൊട്ടപ്പുറത്തെ വിമാനത്താവളത്തിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ അപ്പുറത്തൊരു പോർട്ട് ഉണ്ടല്ലോ, തുറമുഖം ഉണ്ടല്ലോ.
ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കുമെന്നായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. 5000 കോടി അഴിമതി ഉണ്ടെന്നാണ് അന്ന് ആരോപിച്ചത്. അദ്ദേഹം അദാനിയെ പറപ്പിച്ചു. എന്താ പറപ്പിച്ചത്? അദാനിയുടെ ചിത്രമുള്ള ബലൂൺ പറപ്പിച്ചു. നിങ്ങൾ കണ്ടതല്ലേ? അദാനിയുടെ മകനെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി മൃഷ്ടാന്നം സദ്യ കൊടുത്തതാരാ? കരൺ അദാനിയെ കൊണ്ടുപോയിട്ട്. പറയുന്നതിൽ കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? ഈ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? ഈ അദാനിനെ അംബാനി ഇവർക്ക് എന്നാ എതിർപ്പ് തുടങ്ങിയത്? അദാനിക്ക് മുദ്ര പോർട്ട് കൊടുത്തതാരാ? കോൺഗ്രസ് അല്ലേ? അദാനി അംബാനി വളർന്നു കോൺഗ്രസിന്റെ ഭരണകാലത്തല്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ അദാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ? അംബാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ? നിങ്ങൾ വിളിച്ചു കൊണ്ടുവരുന്നില്ലേ? വെറുതെ ഇടതുപക്ഷത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങളെന്ന് ധരിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധ ഭൗതിക ജാട കാണിക്കുകയാണ്, തട്ടിപ്പടത്താണ്. ഇവരുടെ നേതാവുണ്ടല്ലോ സതീശൻ, പുസ്തകം വായനയാണ്. കാരണം കേരളത്തിൽ എന്താണ്? കേരളത്തിലൊരു ഇടതുപക്ഷ ബുദ്ധി ഒരു ജാടയുണ്ട്. പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ. എന്നിട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു റോളും നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ഞാൻ പറഞ്ഞു, ഈ ഇടതുപക്ഷ ജാർഖണ്ഡ് ഉണ്ടല്ലോ, ഈ ഇടതുപക്ഷ ലൈൻ ഉണ്ടല്ലോ കോൺഗ്രസിലെ, ഇതാണ് കോൺഗ്രസിനെ മുച്ചൂട് നശിപ്പിച്ചത്. വേറൊരാളുണ്ടല്ലോ നടക്കുന്നയാള്, ആ ആളെ ഉപദേശിക്കുന്നത് ഇവരെ പോലുള്ള ആളുകളാണ്. ഞാൻ നേരത്തെയും മിസ്റ്റർ തരൂരിനോടൊക്കെ അടക്കം പറഞ്ഞതാണ്, നിങ്ങൾ എന്നു മുതൽ ഈ ഇടതുപക്ഷ ലൈൻ ആ രാഹുൽ ഗാന്ധിയുടെ തൈലേക്ക് കെട്ടിവെച്ചു കൊടുത്തോ അന്നാണ് കോൺഗ്രസ് ഈ നാട് നശിക്കാൻ തുടങ്ങിയത്. ഒറ്റ ഉദാഹരണം പറയാം. എന്നാ കോൺഗ്രസ് 2019 ഇലക്ഷൻ തോറ്റത്? അത് മെയ് മാസം 19 അല്ല, മറിച്ച് ശശി തരൂരും രാഹുൽ ഗാന്ധിയും ചേർന്ന് JNU-അകത്തേക്ക് പോയി ഭാരത് തേരെ തുക്കടേ ഹോംഗെ ഇൻഷാ അല്ലാ ഭാരത് കെ ബർബാദി തക് ജംഗ് രഹേഗി അഫ്സൽ ഹം ഷർമിന്ദാഹെ തേരാ കാതിൽ സിന്ദാഹെ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച രാജ്യദ്രോഹികളെ 6 പതിറ്റാണ്ട് കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് പോലെ ഒരു പാർട്ടി പോയി പിന്തുണച്ച അന്ന് തീർന്നു. നിങ്ങൾ അന്ന് തീർന്നു. ഇനി തിരിച്ചു വരാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ പൊളിറ്റിക്സ്, നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ഇടത് ലൈന് പമ്പ് ചെയ്ത് കൊടുത്തത് കേരളത്തിൽ കയ്യടിക്ക് വേണ്ടി, ഇങ്ങനത്തെ ആൾക്കൂട്ടത്തിന് മുന്നിൽ കയ്യടി കിട്ടാൻ വേണ്ടി ഇടത് ലൈൻ സ്വീകരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ്. ഒരു കാരണവശാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. 2 തവണ 50 അടിച്ച് പരാജയപ്പെട്ടവരാണ്. 3-ാം തവണ ആ 50 പോലും കിട്ടില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ നേതാവ് മമതയാണ്. നിങ്ങളുടെ ഗതി അധോഗതി. ശരി, ഓക്കെ രാഹുൽ, പെട്ടെന്ന് നമുക്ക് അല്ല, അതിനുശേഷം ഞങ്ങള് questions. പാർലമെന്റിൽ 50 അടിക്കത്തില്ലെന്നൊക്കെ പറയുന്നത് സന്ദീപ് വാര്യർ കേരളത്തിൽ 110 സീറ്റ് ജയിച്ച മുഖ്യമന്ത്രിയാണെന്നുള്ളത് കൊണ്ട് എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. അത് വിട്ടാരെ, നമ്മൾ തെരഞ്ഞെടുപ്പിലെ ജയത്തെയും തോൽവിയെ പറ്റി സ്വന്തമായിട്ട് തോറ്റിട്ട് വന്നിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ പരാജയപ്പെട്ടതെല്ലാം എന്തോ വലിയ മോശപ്പെട്ട കാര്യമാണെന്ന് പറയുന്നതിനകത്ത് ഒരു ആത്മവഞ്ചനയുണ്ട്. സംഘപരിവാറുകാരന് ആത്മവഞ്ചന ഇടപെട്ടില്ല. മാന്യത കാണിക്കുക, സംസാരിക്കട്ടെ. പിന്നെ അദ്ദേഹത്തിന്റെ വാദം അവസാനിപ്പിച്ച് എങ്ങനെയാ? പറ്റുമെങ്കിൽ VD സതീശനെ തൂക്കിക്കൊള്ളണം. കാരണം എന്താ? പുസ്തകം വായിക്കാറുണ്ട്. ശരിയാ, പുസ്തകം വായിച്ച സംഖ്യയാകാൻ കഴിയില്ല, വലിയ പ്രശ്നമാണ്. എന്ത് ചെയ്യാൻ പറ്റും സാർ? ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലെ, ഇപ്പം താങ്കൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ. ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കൊതുകിനെ തല്ലാൻ പോലും ഒന്ന് അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടില്ല. കാരണം എന്താ? ഈ കൂട്ടത്തിലുള്ളവരും പുസ്തകം വായിക്കുന്നവരായതുകൊണ്ടാണ് സാർ. ആ പുസ്തകം വായിക്കുന്ന സ്പേസുകളിലൊന്നും നിങ്ങൾക്ക് വളരാൻ കഴിയില്ല, വളരെ ലളിതമാണ്. പിന്നെ അംബാനി അദാനി തൂക്കിക്കൊള്ളണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു മുദ്രാ പോർട്ട് കൊടുത്തു. ശരിയാ, ഞങ്ങൾ മുദ്രാ പോർട്ട് കൊടുത്തു. പക്ഷെ നിങ്ങൾ ഈ രാജ്യം മുദ്ര വെച്ച് അദാനിക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ എതിർക്കും സാർ. ആ എതിർപ്പ് എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് താങ്കൾ ഇപ്പോഴും ഒരു സംഘപരിവാറുകാരനായി ഈ രാജ്യത്ത് അവശേഷിക്കുന്നതെന്ന് മാത്രമാണ് ആ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക്, ഇപ്പൊ താങ്കൾ പറഞ്ഞു കോൺഗ്രസ് തോറ്റത് 2019 JNU-ലേക്ക് പോയപ്പോഴാണ്. ഇപ്പോഴും അവിടെ കാണാത്ത നജീബ് അഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് കോൺഗ്രസ് JNU-ൽ പോയതിൻ്റെ പേരിലാണ് ഞങ്ങൾ തോറ്റതെങ്കിൽ ഞങ്ങൾക്ക് ജന്മത്ത് അധികാരം വേണ്ട സാർ. ഞങ്ങൾ അവർക്ക് വേണ്ടി തന്നെ നിലപാടെടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഉപ്പ് സത്യാഗ്രഹം നടത്തുമ്പോൾ, ഞങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനം പോകുമ്പോൾ, ഞങ്ങൾ ഹോം റൂൾ മൂവ്മെൻറ്റ് നടത്തുമ്പോൾ, ഞങ്ങൾ സ്വദേശി പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്തൊന്നും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങളുടെ പൂർവികര് ആ സമരങ്ങളൊക്കെ ചെയ്തത്. ഞങ്ങളുടെ പൂർവികർ അങ്ങനെ സമരങ്ങൾ ചെയ്തത് കൊണ്ടാണ് ചെറിയ പോളിഷിൻ്റെ ആ കാലഘട്ടത്തിലെങ്കിലും ഇന്ത്യയിലെ മാർക്കറ്റ് ചെറുതായെങ്കിലും ഒന്ന് ഇടിയുന്ന സ്ഥലത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നത് എന്ന് ചരിത്രത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളിങ്ങനെ പറഞ്ഞല്ലോ, ഗാന്ധിയുടെ ഉദാഹരണം നിങ്ങൾ ഉദാഹരിക്കുകയാണ്, നിങ്ങൾ അംബേദ്കറെ ഉദാഹരിക്കുകയാണ്, നിങ്ങൾ പിന്നെ പട്ടേലിനെ ഉദാഹരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഉദാഹരിച്ചിട്ടൊക്കെയും പിന്നെയും ഈ ഇരിക്കുന്ന സദസ്സ്, ഈ രാജ്യം നിങ്ങളെ വർഗീയവാദികളെന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എങ്കിൽ, ഈ പറയുന്ന നിങ്ങൾ കോറിയെടുത്ത് ഏതൊക്കെയോ വാചകങ്ങൾക്കപ്പുറം കൊള്ളരുതാത്തവരാണ് നിങ്ങൾ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയത് നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം നിങ്ങൾ ഈ ദേശീയ പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ നിങ്ങളുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്തെ കോൺട്രിബ്യൂഷൻ? ഇപ്പോഴും നിങ്ങൾ വാദോരാതെ പറഞ്ഞല്ലോ. എന്താ നിങ്ങളുടെ ഏതൊക്കെയോ ചില ആളുകൾ ബ്രിട്ടനെ എതിർത്തു.
ബ്രിട്ടനെ എതിർത്തതിൻ്റെ പേരിൽ നിങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കന്മാരാകുമോ? ഇല്ല സാർ, നിങ്ങളാകില്ല. ഈ ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ആർക്കാണ് ബന്ധമുള്ളത്? ഈ രാജ്യത്ത് ബ്രിട്ടൻ മാറി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകണമെന്ന് വാശി പിടിച്ചവർ, ഇന്ത്യ ഒരു മതേതര സമൂഹമായി നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ചവർ, ഇന്ത്യയിൽ ഒരു റിപ്പബ്ലിക് ഉണ്ടാകണമെന്ന് വാശി പിടിച്ചവർ, അവർക്കാണ് ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രസക്തിയുള്ളത്. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു? നിങ്ങൾ പറയുന്നു ഞങ്ങൾ കുറേ കാര്യങ്ങൾ, ഞങ്ങൾ ഇപ്പോൾ ഷാജി സാഹിബിന് ഉറപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട. ആർക്ക് വേണം സാർ നിങ്ങളുടെ ആനുകൂല്യം? ഈ രാജ്യത്തെ മതേതരത്വം നിങ്ങൾ ഇട്ടെറിഞ്ഞു കൊടുക്കുന്ന ഏതോ അപ്പകഷ്ടമല്ല ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മതസമൂഹത്തിന്. അത് ഈ രാജ്യത്തെ എല്ലാ മതസ്ഥർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. ഈ രാജ്യം എത്രമാത്രം ഹിന്ദുവിൻ്റെതാണോ അത്രമാത്രം തന്നെ ഒരു പടി പോലും കുറയാതെ ഈ രാജ്യം മുസ്ലിമിൻ്റെതാണ്, ക്രൈസ്തവൻ്റെതാണ്, മതമില്ലാത്ത മനുഷ്യൻ്റെതാണ്. അത് നിങ്ങളുടെ ഒരു ഔദാര്യമായിട്ട് അപ്പകഷ്ടമായിട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കേണ്ടത് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെ ആ തരത്തിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഇന്ത്യ എന്ന പേരിന് വേണ്ടിയിട്ടല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു എസൻസ് ഉണ്ട്. ആ എസൻസിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഫൈറ്റിൽ നിങ്ങൾ ഞങ്ങളുടെ മുഖ്യ ശത്രു തന്നെ. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇവിടെ മനോഹരമായി നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഞങ്ങളെല്ലാം സംസാരിക്കുന്ന മതേതരമായ കാഴ്ചപ്പാടുകളും അങ്ങ് പറയുന്ന വർഗീയ കാഴ്ചപ്പാടും, അവിടെ ഒരു പെൺകുട്ടി നിന്നിട്ട് ഇങ്ങനെ ആംഗ്യഭാഷയിലൂടെ ആളുകളോട് സംവദിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ചെവി കേൾക്കുവാൻ പാടില്ലാത്ത ആരെങ്കിലും ഒരാൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അങ്ങനെ അരികവൽക്കരിക്കപ്പെട്ട ഒരാൾക്ക് പോലും ഒരു ചർച്ചയും ഇല്ലാതായി പോകുവാൻ പാടില്ല എന്ന ഉയർന്ന ജനാധിപത്യ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് തിരിയണമെങ്കിൽ ഇനി പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ഒരുപാട് വേണ്ടി വരും. നമുക്ക് അനുവദിക്കപ്പെട്ട സമയം പൂർണ്ണമായി വളരെ പെട്ടെന്ന്. ഇവിടെ ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കൂ. അദ്ദേഹം പറഞ്ഞത് അവസാനിപ്പിച്ച കാര്യത്തിൽ ഞാൻ തുടങ്ങാം. അദ്ദേഹം പറയുന്നത് ഈ കേൾക്കാൻ, അതായത് കേൾവി ശക്തി ഇല്ലാത്തവർക്കും വേണ്ടിയാണ് ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇത് നേരത്തെ അദ്ദേഹം ആ തുടക്കത്തിൽ പറഞ്ഞ കാര്യമുണ്ട്, ആര് പറയുന്നു എന്നുള്ള പ്രസക്തമാണ്. ഇവിടെയാണ് പ്രസക്തമായിട്ടുള്ളത്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മുഴുവൻ അധികാരം കിട്ടിയപ്പോൾ ക്രഷ് ചെയ്ത ചരിത്രമുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് എങ്ങനെയാണത് പറയാൻ അർഹതയുള്ളത്? എന്ത് അർഹത നിങ്ങൾക്ക് അത് പറയാനുള്ളത്? നിങ്ങൾ എത്രയോ കാലമായി 100 തവണ വിവിധ സംസ്ഥാന സർക്കാരുകളെ ത്രിഫ്റ്റ് ഡിസീസ് ഉപയോഗിച്ച് പിരിച്ചുവിട്ട ഒരു പാരമ്പര്യമുള്ള പാർട്ടി, പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ച പാർട്ടി, കേരളത്തിലടക്കം യുവാക്കളെ കൊണ്ടുപോയി അടിയന്തരാവസ്ഥയുടെ പേരിൽ തല്ലിക്കൊന്ന പാരമ്പര്യമുള്ള പാർട്ടി, ഇനിയിപ്പോൾ പറയുന്നത് എന്താ? പുസ്തകം ഞാൻ പറഞ്ഞെന്താ, VD സതീശൻ പുസ്തകം വായിക്കുന്നു എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ കൈയടി കിട്ടാൻ വേണ്ടിയാണെന്ന് തന്നെ സാധൂകരിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കൊതുകിനെ കൊല്ലാൻ പോലും കൈയടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ കയ്യടി മാത്രമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ആ കയ്യടിക്ക് വേണ്ടിയുള്ള വാചകടിക്കപ്പുറം കോൺഗ്രസ്സുകാരൊന്നും പറയുന്നില്ല. ഒരു കാര്യം കൂടി പറയട്ടെ. അല്ല പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. നിങ്ങൾ ഫാക്ച്വൽ ആയിട്ട് പറയൂ. കോൺഗ്രസും BJPയും അധികാരത്തിൽ ഇരുന്നപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ജനാധിപത്യ വിരുദ്ധതയുടെ 100 ഉദാഹരണങ്ങൾ ഞാൻ ഫാക്ച്വലായി പറയുമ്പോൾ നിങ്ങൾ കയ്യടിക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ളതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഒരു കാര്യം, ഇലക്ഷന്റെ കാര്യം കൂടി പറയാം. BJP കേരളത്തിൽ ഇലക്ടറൽ വിൻ നേടിയിട്ടില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ 15% വോട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. 2 മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നുണ്ട്, നിരവധി പഞ്ചായത്തിൽ ഭരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാം, അതൊക്കെ ഇലക്ടറൽ വിന്നാണ്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഞങ്ങൾ 6 പതിറ്റാണ്ട് കാലം തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും തലമുറകളോളം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് കേന്ദ്രീകൃതമായിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇന്ന് BJP കേന്ദ്രീകൃതമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഇവിടെ there is no alternative എന്ന് ഇന്ന് നിങ്ങൾ BJPയെ കുറിച്ച് NDA കുറിച്ചാണ് പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആരെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. നമുക്ക് അടുത്ത സെഷൻ ഞങ്ങളാണ്, CPM അല്ല. ഇതേ വേദിയിൽ നടത്തേണ്ടതാണ്. ഷാജി സാഹിബ് ഒറ്റ വാചകം പറഞ്ഞോളൂ. ഞാനൊന്നും പറയാനില്ല. ഈ ഒരു പോസ്റ്റ് ട്രൂത്ത് കാലമായതുകൊണ്ട് പറയാണ്. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ 20% വേണ്ടി അല്ല എന്നുള്ളതല്ല, ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ പ്രയോഗം നടത്തിയത്. തെറ്റിദ്ധാരണ സദസ്സിന് വേണ്ട. തീർച്ചയായും എന്തായാലും ഇത് വളരെ വാശിയേറിയ അല്ലെങ്കിൽ തീക്ഷ്ണമായ സംവാദമായിരുന്നു. ജനാധിപത്യത്തിൽ ആവശ്യം സംവാദങ്ങളാണ്. എല്ലാ ആശയങ്ങളും ഏറ്റുമുട്ടട്ടെ. ഇത് വളരെ സഹിഷ്ണുതയോടുകൂടി നിങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. പ്രേക്ഷകരിലേക്ക് ചോദ്യം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ തർക്കം തീരാത്തത് കൊണ്ടാണ്. അതിന് ക്ഷമിക്കണം. പക്ഷേ ഈ തരത്തിലുള്ള സംവാദങ്ങൾ തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ്, ഇനിയും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. സമയപരിമിതി മൂലം സെഷൻ അവസാനിക്കുകയാണ്.